വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 16-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചന ഭാഗം. കാലത്തിൻ്റെ അടയാളങ്ങളെക്കുറിച്ചാണ് സുവിശേഷം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നത്. ഫരീസയരും സദുക്കായരുമൊക്കെ ഈശോയെ പരീക്ഷിക്കാൻ കടന്നു വരികയാണ്. തങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് ഒരു അടയാളം നൽകണമെന്ന് അവർ അവനോട് ആവശ്യപ്പെടുന്നു. ഈശോ പറയുകയാണ്, ദുഷിച്ചതും അവിശ്വസ്തവുമായ തലമുറയാണ് അടയാളം അന്വേഷിക്കുന്നത്. സ്നേഹമുള്ളവരെ, കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിയുവാനായിട്ട് നമ്മളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കണമേ എന്ന് നമുക്കിന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ അടയാളങ്ങളും ദൈവം നൽകുന്ന മുന്നറിയിപ്പുകളാണ്. ജീവിതയിടങ്ങളിൽ ദൈവികമായ ശബ്ദം തിരിച്ചറിഞ്ഞുകൊണ്ട് അവൻ സമ്മാനിക്കുന്ന അടയാളങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് എവിടെങ്കിലുമൊക്കെ മനപരിവർത്തനത്തിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അവയെ വിശുദ്ധീകരിക്കുവാനായിട്ട് പക്വതയോടും പാകതയോടും കൂടെ അവയെ അഭിമുഖീകരിക്കുവാനായിട്ട് നമ്മളെ ഓരോരുത്തരെയും ധൈര്യപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വീണ്ടും നാം വായിക്കുന്നുണ്ട്, മറുകരയിലേക്ക് പോകുമ്പോൾ അപ്പം എടുക്കുവാൻ ശിഷ്യന്മാർ മറന്നിരുന്നുവെന്ന്. ശിഷ്യന്മാർക്ക് ഉറപ്പുണ്ടായിരുന്നു, കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ഒന്നിനും ഒരു കുറവുണ്ടാവുകയില്ല. നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ ക്രിസ്തു സാന്നിധ്യം ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതവും നിറവിൻ്റെ ജീവിതമായിരിക്കും. എല്ലാ കുറവുകളെയും നിറവുകളാക്കുവാൻ ശക്തിയുള്ള ക്രിസ്തുവിനെ കൂടെ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ അനുദിന ജീവിത യാത്ര അനുഗ്രഹമാക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. നിറവുള്ളവൻ കൂടെയുള്ളപ്പോൾ നമുക്ക് സന്തോഷവും ആനന്ദവും ഒക്കെയുണ്ട്. ഇവിടെയൊരു ധ്യാനചിന്ത കൂടെയുണ്ട്. നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ നാം കൂടെ ചേർക്കുന്നത് ഇതുപോലെ നിറവുള്ളവരെ മാത്രമാണോ? അവരെയൊക്കെ ഉപയോഗിക്കുവാനും ചൂഷണം ചെയ്യുവാനുമൊക്കെ നമ്മുടെ മനസ്സിൽ എവിടെയെങ്കിലുമൊക്കെ ആഗ്രഹമുണ്ടായിട്ടുണ്ടോ? അവരുടെ നന്മയെ നാം എന്തെങ്കിലുമൊക്കെ ദുരുപയോഗിച്ചിട്ടുണ്ടോ എന്ന് ധ്യാനിക്കുന്നത് നല്ലതായിരിക്കും. രണ്ടാമത്തെ ഒരു ചിന്ത, ക്രിസ്തു ഒരിക്കലും ഇല്ലായ്മയിൽ നിന്ന് അപ്പം സൃഷ്ടിച്ചില്ല. ആരോ ദാനമായി നൽകിയതിനെ അവൻ വാഴ്ത്തി വിഭജിക്കുകയായിരുന്നു. നിന്റെ ജീവിതത്തിൽ നിന്റെ നിറവ് മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുവാൻ കാരണമായിട്ടുണ്ടോ? നിന്റെ സമൃദ്ധികൾ അവരുടെ ജീവിതത്തിൽ നന്മയ്ക്ക് കാരണമായിട്ടുണ്ടോ എന്നുകൂടെ ധ്യാനിക്കാം. പങ്കുവെച്ച് ജീവിക്കുന്ന ഒരു സമൂഹമാകുവാൻ പങ്കുവെപ്പിൻ്റെ മനോഭാവം നമ്മൾ രൂപപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ആഗ്രഹിക്കുന്നത് പങ്കുവെക്കുന്ന ജീവിതങ്ങളെയാണ്. നമുക്ക് നൽകിയ സമൃദ്ധികളെയും സൗഭാഗ്യങ്ങളെയും ഒക്കെ അവരിനു വേണ്ടി പങ്കുവയ്ക്കുവാനായിട്ട് ക്രിസ്തു നമ്മോട് ഇന്ന് ആവശ്യപ്പെടുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ക്രിസ്തുവിനെ അനുഭവിച്ചുകൊണ്ട് അവൻ്റെ നന്മകൾ പുറപ്പെടുവിക്കുന്നവരാകുവാനും ദൈവം ദാനമായി നൽകിയ സൗഭാഗ്യങ്ങളും സമൃദ്ധികളുമൊക്കെ അവരുടെ നന്മയ്ക്കു വേണ്ടി കൂടിയാണെന്നുള്ള തിരിച്ചറിവിൽ പങ്കുവയ്പ്പിൻ്റെ പുതിയ ഹൃദയം തരണമേ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.